ഹായ് ഹലോ. അപ്പം എല്ലായിടത്തും നല്ല മഴ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലേ. അങ്ങനെ ഒരു ദിവസത്തെ രാവിലെ പരിപാടിയാണ് നമ്മളപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എണീറ്റ് വരുമ്പോഴേ ദുആയ്ക്ക് എന്താണ് ഇന്ന് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പം ഉച്ചക്കലത്തേക്കിലും രാവിലത്തേക്കിനും വേണ്ടിയിട്ട് ഒരുമിച്ചുണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചൊരു ഫ്രൈഡ് റൈസ് അങ്ങ് റെഡിയാക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ദേഹം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയും കിടന്ന് തപ്പണ്ടല്ലോ. അരിതേ വേവിച്ച് റെഡിയാക്കി. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. ആ ചിക്കൻ കുഞ്ഞു പീസാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മസാലകളൊക്കെ പുരട്ടി മാറ്റി വെച്ചു. അതവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് വെജിറ്റബിൾസ് വേണം നമുക്ക്. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, സവാള. ഞാനപ്പോൾ ഇത്രയായിട്ട് എടുത്ത് വെക്കുന്നത്. അത് കുഞ്ഞു പീസായിട്ട് അതിനെയും അരിഞ്ഞ് വെക്കാം. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ജീരകശാല റൈസ് ആട്ടോ. അപ്പം ഈ ഫ്രൈഡ് റൈസിന് എപ്പോഴും നല്ലത് കുറച്ചും കൂടെ വലിപ്പമുള്ള അരിയുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ ഒക്കെ. ആ റൈസാണ് ഒന്നുകൂടെ നല്ല കേട്ടോ. അപ്പം എടുക്കുന്നവർ അതെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്, കുഞ്ഞു പീസാക്കിയിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഒക്കെ തിരിച്ചിട്ട് കൊടുത്ത് അത് റെഡിയാക്കി എടുത്തതിന് ശേഷം ആ പാനിലോട്ട് തന്നെ ഒരു മുട്ട എടുത്തൊഴിക്കുന്നുണ്ട്. അതിങ്ങനെ നമ്മൾ ചിക്കി എടുക്കുമല്ലോ, അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ചിക്കി ഇങ്ങനെ വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇത് സെയിം പാനിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ വറുത്ത് കോരി മാറ്റിയാൽ മതി. അങ്ങനെ അതെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് ക്യാബേജും കുറച്ച് ക്യാരറ്റും കുറച്ച് സവാളയും പിന്നെ കുറച്ച് ക്യാപ്സിക്കും ഇതെല്ലാം കൊണ്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ വഴറ്റിയെടുക്കുക. പച്ച ആ ഒരു ഇതൊന്നും മാറൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും അതിനുശേഷം കുറച്ച് സോയാ സോസും ഇതിലോട്ട് ഒഴിക്കുക. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഇതെല്ലാം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് കരിഞ്ഞു പോകാതെ കൈ വിടാതെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന അരി ആട്ടോ, അത് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ അരി നമുക്കതിലൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്നുള്ള ഫ്രൈഡ് റൈസ് വെപ്പ് ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ജീര റൈസ് ആട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ഒന്നും കൂടെ ബെറ്റർ ഓപ്ഷൻ നമ്മുടെ മറ്റേ വലിയ അരി തന്നെയാണ്. അപ്പോൾ ഉള്ളവരങ്ങനെ തന്നെ എടുക്കുക. അപ്പോൾ നമ്മൾ ദുആടെ ലഞ്ച് പാക്ക് ചെയ്യുകയാണ്. കൂടെ കുറച്ച് സാലഡും കൂടെ വെക്കുന്നുണ്ട്. നമ്മുടെ സവാളയും കുക്കുംബറും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട്. അപ്പം കുറച്ച് സാലഡും സെറ്റ് സംഭവമായിട്ടുണ്ട്. ഇനി സ്നാക്സിന് കൊടുത്തുവിടുന്നത് നമ്മുടെ ചോക്കോസാണ്. അവൾക്ക് പാലിലിട്ട് കുടിക്കുന്നതിലും ഇഷ്ടം ചുമ്മാ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അത് തന്നെ വെക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് രാവിലത്തേക്ക് ദോശയാണ്. ദോശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇഞ്ചി സമ്മന്തി ആട്ടോ ഉണ്ടാക്കണത്. സാമ്പാർ വേറെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സൈഡായിട്ട് കുറച്ച് ചമ്മന്തി വേണമല്ലോ. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ട് തേങ്ങായും കൂടി ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് നമ്മൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് കടുക് ഇട്ട് വറക്കുന്നുണ്ട്, കടുക് പൊട്ടിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ഒഴിച്ചപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു എല്ലാം പൊട്ടിത്തെറിക്കുവാണ് നമ്മുടെ അടുക്കള ഫുള്ളെന്ന്. അതുപോലെ എന്തൊക്കെയോ തീയും പുകയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ നല്ല മൊരിമരാന്നുള്ള നെയ് റോസ്റ്റ് ആട്ടോ. അപ്പോൾ നല്ല നെയ് റോസ്റ്റും ഗാർലിക് ചട്നിയും സൂപ്പർ കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും റെഡിയായി. പക്ഷേ ഇത് കഴിക്കേണ്ട ആൾ ഇതുവരെ എണീറ്റിട്ടില്ല. ഞാൻ വിളിച്ചിട്ടും മടി കാരണം കിടക്കുകയാണ്. പക്ഷെ വേറൊരാൾ രാവിലെ തന്നെ എണീറ്റ് റെഡിയായി. പിന്നൊട്ടും തന്നെ സമയമില്ല. ദുആയി എണീറ്റു, പാലുകൂടി കഴിഞ്ഞു, കുളിച്ച് റെഡിയായി സെറ്റായി സ്കൂളിലേക്ക് പോയാൻ കുട്ടപ്പിയായിട്ടുണ്ട്. അങ്ങനെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി കൊണ്ടുപോവാണ്. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ ഉച്ചക്കത്തേക്കുള്ളത് ഫ്രൈഡ് റൈസും ഞങ്ങൾക്കുള്ളത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാ പണിയും ഏകദേശം ഒതുങ്ങി. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങളും കഴിക്കാൻ വേണ്ടിയിരുന്നു. നമ്മുടെ ഫ്രൈഡ് റൈസും സാലഡും കൂടിയിട്ടിട്ട് നമ്മളും കഴിക്കാനിരുന്നു. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്